Hello all. Next we'll go on to LVDT. It's one of the most important topics in electrical engineering, which means you have to remember this throughout your life. Okay. So what is an LVDT? It is a linear variable differential transformer. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ട്രാൻസ്ഡ്യൂസറിനെ പറ്റി പറഞ്ഞിരുന്നു. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. വാട്ട് അബൌട്ട് ദ ഫംഗ്ഷൻ? ഇറ്റ് വിൽ ബി ട്രാൻസ്ലേറ്റിംഗ് ദ ലീനിയർ മോഷൻ ഇൻ ടു എൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. അതായത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ അതൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് അതിന് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ? ഇറ്റ് ഹാസ് ഗോട്ട് എ പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ പ്രൈമറി വൈൻഡിങ് എത്ര പ്രൈമറി വൈൻഡിങ് ഉണ്ട്? ഒരു പ്രൈമറി വൈൻഡിങ്ങേ ഉള്ളൂ, പക്ഷേ 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ഓക്കെ, അതൊരു സിലിണ്ടറിക്കൽ ഒരു അറേഞ്ച്മെന്റിന്റെ മുകളിൽ, സിലിണ്ടറിക്കൽ ഒരു സെറ്റപ്പിന്റെ മുകളിൽ വൈൻഡ് ചെയ്തേക്കാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? യു ഹാവിംഗ് എ പ്രൈമറി വൈൻഡിങ് ആൻഡ് യു ഹാവിംഗ് എ സെക്കൻഡറി വൈൻഡിങ്. ഒരു പ്രൈമറി വൈൻഡിങ്ങേ ഉള്ളൂ, പക്ഷേ 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. 2 സെക്കൻഡറി വൈൻഡിങ്ങിനകത്തും സെക്കൻഡറി വൈൻഡിങ്സിന് സെയിം നമ്പർ ഓഫ് ടേൺസ് ആണ് ഉള്ളത്. ആൻഡ് ആർ ഐഡന്റിക്കൽ പ്ലേസ്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിന്റെ 2 സൈഡിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. സെക്കൻഡറി വൈൻഡിങ്സ് ഐഡന്റിക്കൽ ആണ്. പ്രൈമറി വൈൻഡിങ് നമുക്ക് എപ്പോഴും അറിയാം, ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏതിനെയാണോ നമ്മൾ സപ്ലൈയിലോട്ട് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. സോ പ്രൈമറി വൈൻഡിങ് ഇസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ്. അത് മാത്രമല്ല, ഒരു ട്രാൻസ്ഫോമറിന് നമുക്ക് AC-ലോട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, DC-ലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. So the primary winding is connected to an AC source. A movable soft iron is placed inside the former. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സിലിണ്ടറിക്കൽ ഫോമറിന്റെ മുകളിലാണ് സെക്കൻഡറി വൈൻഡിങ് ചുറ്റണേന്ന് പറഞ്ഞു. ആ വൈൻഡിങ്ങിന്റെ ഉള്ളിൽ ആ ഫോമറിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ വൈൻഡിങ്ങിന്റെ ഉള്ളിൽ ആ അറേഞ്ച്മെന്റിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് ടു ബി മെഷർഡ് ഇസ് അപ്ലൈഡ് ടു ദ ആം അറ്റാച്ച് ടു ദ സോഫ്റ്റ് അയൺ കോർ. ഇതിന്റെ മുകളിൽ മെഷർ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ മുകളിലുള്ള ആമിന്റെ മുകളിലേക്കാണ് ഇത് അറ്റാച്ച് കൊടുത്തിട്ടുണ്ടാവുക. ദ കോർ ഇസ് മെയ്ഡ് ഓഫ് ഹൈ പെർമിയബിലിറ്റി. നമ്മളൊരു കോർ ഉണ്ടെന്ന് പറഞ്ഞു, നല്ല പെർമിയബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? നിക്കൽ അയൺ വിച്ച് ഇസ് ഹൈഡ്രജൻ അനീൽ. നിക്കൽ അയൺ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ അനീൽ ചെയ്തിട്ടുണ്ടാവും. എന്തുപയോഗിച്ചിട്ട് അനീൽ ചെയ്തിട്ടുണ്ടാവും? ഹൈഡ്രജൻ കൊണ്ട് അനീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് എന്താണ്? ഹാർമോണിക്സ് കുറവായിരിക്കും, നൾ വോൾട്ടേജ് അധികം ഉണ്ടാവില്ല, അതുപോലെ നല്ല സെൻസിറ്റീവ് ആയിരിക്കും. അതൊക്കെയാണ് അതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ ഈ മൊത്തമായിട്ടുള്ള അസംബ്ലിനെ നമ്മൾ ഈ സാധനത്തിനൊക്കെ പാട് നമ്മളൊരു പെട്ടിക്കകത്ത് വെക്കും. എന്ത് പെട്ടിക്കകത്ത് വെക്കുന്നത്? ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹൗസിങ്ങിനകത്ത് വെക്കും. അതിനുശേഷം എൻഡ് ലീഡ്സ് പ്രൊവൈഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡിംഗ്. അതുപോലെ അതിന് അറ്റത്ത് നമ്മൾ ഷീൽഡിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീൽഡിംഗ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പറഞ്ഞു, പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ AC ആണ് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ AC ഏത് നേച്ചറിലുള്ള AC ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും എന്ന് പറയണം. അപ്പോൾ അതിന് ആ കൊടുക്കുന്ന AC-യുടെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 to 15 വോൾട്ട് വരെയുള്ള AC ആണ് കൊടുക്കുക. അതുപോലെ ഫ്രീക്വൻസി എവിടെ തൊട്ട് എവിടെ വരെയാവാം? 50 ഹെർട്സ് തൊട്ടിട്ട് 20,000 ഹെർട്സ് വരെ അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിൽ AC നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് പ്രൈമറിയിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 3 to 15 വോൾട്ടിന്റെ ഇടയ്ക്ക് വോൾട്ടേജും അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി 50 to 20,000 ഹെർട്സിന്റെ ഇടയ്ക്ക് ഫ്രീക്വൻസി ഉള്ള പോലത്തെ ഒരു AC ആണ് നമുക്ക് അതിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രൈമറി വൈൻഡിങ് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു നമ്മൾ AC സോഴ്സ് ഉപയോഗിച്ചിട്ട് എക്സൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. The primary winding excited by an AC source produces an alternating magnetic field which in turn induces an alternating voltage in the secondary windings. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിലോട്ടാണ് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ട്രാൻസ്ഫോമറിനെ പോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവും. എവിടെയാണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവുന്നത്? നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്ങിൽ. അപ്പോൾ ഐ റിപ്പീറ്റ്, പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ ഒരു AC സപ്ലൈ കൊടുത്തു. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്തുണ്ടായി? നമുക്കൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തു. എവിടെയാണ് ആ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തത്? സെക്കൻഡറി വൈൻഡിങ്. എത്ര സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്? 2 സെക്കൻഡറി വൈൻഡിങ്. ഈ 2 സെക്കൻഡറി വൈൻഡിങ്ങിലും വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ആയി. ഇൻഡ്യൂസ് ചെയ്തതാണ്, ഇൻഡ്യൂസ്ഡ് എന്നുള്ള ടേം തന്നെ അവിടെ ഉപയോഗിക്കണം കേട്ടോ. ഇനി in order to convert the output from S1 and S2 into a single voltage signal, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2 സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. S1 S2 എന്ന് പറഞ്ഞ സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് ഒരൊറ്റ സിംഗിൾ ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട് കിട്ടണം, സിംഗിൾ വോൾട്ടേജ് സിഗ്നൽ ആയിട്ട് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരെയും സെക്കൻഡറി വൈൻഡിങ് 1നെയും സെക്കൻഡറി വൈൻഡിങ് 2നെയും നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യും. എങ്ങനെയാണ് സീരീസിൽ കണക്ട് ചെയ്യുന്നത്? സീരീസ് ഓപ്പോസിഷനിലാണ് കണക്ട് ചെയ്യുന്നത്. സീരീസ് ഓപ്പോസിഷനിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര പ്രൈമറി വൈൻഡിങ് ഉണ്ട്? ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ 2 സെക്കൻഡറി പ്രൈമറി വൈൻഡിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, നടുക്ക് കാണിച്ചിരിക്കുന്ന പെട്ടി. അപ്പുറം ഇപ്പുറം സെക്കൻഡറി വൈൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. ഫോമറിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ വെച്ച് ചുറ്റി വെച്ചേക്കാണ്. 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ആ 2 സെക്കൻഡറി വൈൻഡിങ് എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രൈമറിയിലോട്ട് എന്ത് കൊടുത്തു? ഒരു AC സപ്ലൈ കൊടുത്തു.
നമുക്കൊരു ഫോമർ ഉണ്ട്, ഫോമറിന്റെ ഉള്ളിൽ നമുക്കൊരു മൂവബിൾ കോർ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഫോമറിന്റെ ഒരു സിലിണ്ടർ പോലത്തെ സാധനം, അതിന്റെ ഉള്ളിൽ ഒരു മൂവബിൾ കോർ ഉണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. എത്ര സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്? 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. രണ്ടുപേരെയും സീരീസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിന് തന്നെ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? സീരീസ് ഒപ്പോസിഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരെണ്ണത്തിൽ നിന്ന് വരുന്ന ആൾ മറ്റേ ആളിനെ ഒപ്പോസ് ചെയ്യുന്ന പോലെ. എയ്ഡിംഗ് ആയിട്ടുള്ള രീതിയിലും കണക്ട് ചെയ്യാം, ഒപ്പോസിംഗ് ആയിട്ടുള്ള രീതിയിലും കണക്ട് ചെയ്യാം. എയ്ഡിംഗ് ആയിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ ആഡ് ആവുകയാണ് ചെയ്യുക. ഒപ്പോസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ഡിഫറൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി അറ്റ് 0. നൾ പൊസിഷൻ ആയിരിക്കുന്ന സമയത്ത്, നൾ പൊസിഷൻ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഇനി നമ്മൾ കോറിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തെന്ന് വിചാരിക്കാം. നൾ പൊസിഷനിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും? നമുക്കിവിടെ ഏത് സൈഡിലാണ് കൂടുതൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി വൈൻഡിങ് 1ന്റെ സൈഡിലോട്ട് മൂവ് ചെയ്തു. സെക്കൻഡറി വൈൻഡിങ്ങിന്റെ 1ന്റെ സൈഡിലോട്ട് മൂവ് ചെയ്തു. സെക്കൻഡറി വൈൻഡിങ് 1ന്റെ സൈഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ ഫ്ലക്സ് സെക്കൻഡറി വൈൻഡിങ് 1നോട് ലിങ്ക് ചെയ്യും. അതുപോലെ സെക്കൻഡറി വൈൻഡിങ് 2നോട് നമുക്ക് കുറവ് ഫ്ലക്സേ ഉണ്ടാവുള്ളൂ. സെക്കൻഡറി വൈൻഡിങ് 2നോട് നമുക്ക് കുറവ് ഫ്ലക്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം നൾ പൊസിഷനിലാവുന്ന സമയത്ത് രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ് കേട്ടോ. ഇനി നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മൾ ഈ കോറ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലിങ്കിങ് വരുന്നത് ഈ സെക്കൻഡറി വൈൻഡിങ്ങിനോടാവും, മറ്റതിനോട് കുറച്ച് കുറവേ ലിങ്കിങ് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് കൂടും. അതായത് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കൂടും, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കൂടും. അതായത് സെക്കൻഡറി വൈൻഡിങ് 1ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കൂടും. ഇറ്റ് വിൽ ബി മോർ കമ്പയർഡ് ടു ES2. അതുപോലെ തന്നെ നമുക്ക് E0 എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ടേജിനോട് ഇൻ ഫേസ് ആയിട്ടാണ് നമ്മുടെ നൾ വോൾട്ടേജ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ നമ്മൾ ലെഫ്റ്റിലോട്ട് നീക്കി എന്താ സംഭവിക്കാന്ന് പറഞ്ഞു. ഇനി ഇതേ സാധനത്തിന് തന്നെ നമ്മൾ റൈറ്റിലോട്ട് നീക്കിയത് എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഈ സെക്കൻഡറി വൈൻഡിങ്, രണ്ടാമത്തെ സെക്കൻഡറി വൈൻഡിങ്ങിനോടാണ് കൂടുതൽ ഫ്ലക്സ് ഉണ്ടാവുക. ആദ്യത്തെ സെക്കൻഡറി വൈൻഡിങ്ങിൽ കുറവായിരിക്കും. കമ്പയർ ചെയ്യുമ്പോൾ ES2 കൂടുതലായിരിക്കും. അപ്പോൾ E0 എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മാറ്റിയത്. നേരത്തെ നമുക്ക് ഇൻ ഫേസ് ആയിരുന്നു നമ്മുടെ പ്രൈമറി വോൾട്ടേജ് ആയിട്ട്. ഇവിടെ ആയപ്പോഴോ നമുക്കത് ഔട്ട് ഓഫ് ഫേസ് ആയി, അതായത് തിരിച്ച് നേരെ മാറിയത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയി പ്രൈമറി വോൾട്ടേജ് ആയിട്ട്. അതാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണ്ടാവുന്ന നൾ വോൾട്ടേജ് എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് ആയിരിക്കും. കാരണം എന്താണ് ഡിഫറൻസ് ആവാനുള്ള കാരണം? എന്താ? രണ്ടുപേരെയും സീരീസ് ഒപ്പോസിഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് എയ്ഡിംഗ് ആയിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്യുന്ന വെച്ചാൽ രണ്ടുപേരുടെയും സം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ES2 മൈനസ് ES1 മൈനസ് ES2. അപ്പൊ നമുക്ക് ഇവിടെ എന്താ, ഏത് സൈഡിലാണോ കൂടുതൽ ഉണ്ടായത്, അപ്പൊ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് നീക്കിയെന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്ക് കൂടുതൽ ലിങ്കിങ് ഉണ്ടായത്. അപ്പൊ ES1 കൂടുതലാവും. തിരിച്ചാ നീക്കിയെന്ന് വെച്ചാൽ ES2 കൂടുതലാവും. എന്തായാലും അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരു റെപ്രസെന്റേഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയാൻ മറന്നുപോയി. ഇവർ നമ്മൾ സീരീസ് വൈൻഡിങ്ങിൽ കണക്ട് ചെയ്തേക്കുന്നത് തോന്നുന്നു. സീരീസ് ഒപ്പോസിഷനിലായതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ കാണിച്ചേക്കുന്നത്. നോക്കി, ഇവിടുത്തെ ഈ 8 എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തേക്കുന്നത്, ഈ 8 എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഡോട്ടിന്റെ ഒരു കൺവെൻഷൻ വെച്ചിട്ട്, ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അത് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഇനി അതിനൊരു വേവ് ഫോം റെപ്രസെന്റേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്കത് ഓരോ പൊസിഷനിലാവുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു വേവ് ഫോം റെപ്രസെന്റേഷൻ കൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് എത്രത്തോളം വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു എന്തിനെ ബേസ് ചെയ്തിരിക്കും? നമുക്കിത് എത്ര നീങ്ങുന്നതനുസരിച്ച്, അതായത് ഇപ്പൊ ലെഫ്റ്റിലോട്ട് ഒരുപാട് നീങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റ് നല്ലോണം ലിങ്ക് ചെയ്യും. അതേസമയം ലെഫ്റ്റിലോട്ട് കുറച്ചേ നീങ്ങിയിട്ടുള്ളൂ വെച്ചാൽ ലെഫ്റ്റ് അത്ര അധികം വ്യത്യാസമൊന്നും റൈറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് എത്രത്തോളം കോറിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നനുസരിച്ചിട്ടാണ് നമുക്ക് വോൾട്ടേജ് സെക്കൻഡറിയിൽ എത്ര വോൾട്ടേജ് ഉണ്ടായെന്ന് പറയാൻ പറ്റുക. സോ by noting which output voltage is increasing or decreasing, we can determine the direction of the motion. അതായത് ES2 ആണോ ഇൻക്രീസ് ചെയ്യുന്നത്, ES1 ആണോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യണമെന്ന് പറയാം. അതായത് ലെഫ്റ്റിലോട്ടാണ് നീങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ES1 ആണ് കൂടിയത് നമ്മുടെ ഈ റെപ്രസെന്റേഷൻ അനുസരിച്ച്. അതേസമയം റൈറ്റിലോട്ടാണ് നീങ്ങിയതെങ്കിൽ ES2 ആണ് കൂടിയത്, അല്ലെ? അല്ലെങ്കിൽ കൂടിയെന്ന് വെച്ചാൽ ES2 കൂടിയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മൂവ്മെന്റ് റൈറ്റിലോട്ടാണ് ഉണ്ടായിരുന്നത്. The difference of the two voltages appears across the output terminals of the transducer, which gives a measure of the physical position of the core and hence the displacement. അപ്പോൾ അവർ തമ്മിലുള്ള പൊസിഷൻ വെച്ചിട്ട് നമുക്കത് എങ്ങനെയാണ് ആ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടായെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരുപാട് ലെഫ്റ്റോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ES1 ഒത്തിരി കൂടിയിട്ടുണ്ടാവും, ES2 വളരെ കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം കുറച്ചേ മൂവ് ചെയ്തിട്ടുള്ള വെച്ചാൽ ES2 ES1 തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം കുറച്ചല്ലേ ലിങ്കിങ്ങിൽ വ്യത്യാസമുള്ളൂ. The output voltage of an LVDT is a linear function of the core displacement within the limited range of the motion. ഈ ഒരു ലിമിറ്റഡ് റേഞ്ചിനകത്ത് അത് നീങ്ങുകയാണെങ്കിൽ നമുക്ക് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിന് കിട്ടും.
അതായത് എവിടെ ഒരു 5 mm തൊട്ടിട്ട് ഒരു നൾ പൊസിഷൻ വരെ, ആ ഒരു പൊസിഷൻ വരെ നമുക്ക് സാധാരണ മൂവ്മെന്റ് ഉണ്ടാവും. ഒരുപാട് മൂവ്മെന്റ് ഒന്നും നമുക്ക് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെന്റ് നമുക്ക് അത്ര ഫീസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അതിന്റെ അഡ്വാൻറ്റേജ്, നമുക്ക് യൂഷ്വലി അതിന്റെ റേഞ്ച് ഒരു 1.25 mm to 250 mm വരെയുള്ള മൂവ്മെന്റ് ആണ്. പിന്നെ അതിന് ഐസൊലേഷൻ ഉണ്ട്, കാരണം മൂവബിൾ കോറും കോയിലും തമ്മിൽ എന്താ പറയാ തമ്മിൽ കോൺടാക്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിക്ഷന്റെ പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഐസൊലേഷനും ഉണ്ട്. നമുക്ക് അധികം എക്സ്റ്റേണൽ എഫക്ട്സ് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ സൈഡിൽ നമ്മൾ ഷീൽഡിങ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു തുടക്കത്തിൽ, കൺസ്ട്രക്ഷനിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇൻപുട്ട് നല്ല ഹൈ ഇൻപുട്ട്, ഹൈ സെൻസിറ്റിവിറ്റി, നല്ല സെൻസിറ്റിവിറ്റി ഉണ്ട്. അതായത് 40 volt/mm വരെയുള്ള സെൻസിറ്റിവിറ്റി അതിനുണ്ട്. നല്ല റഗഡ്നെസ്, നല്ല റഗ്ഡാണ് കൺസ്ട്രക്ഷൻ. അതായത് നമുക്ക് ചെറിയ ഷോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എളുപ്പമാണ് കൺസ്ട്രക്ഷൻ, ഹിസ്റ്ററിസിസ് അധികം ഇല്ല. അതായത് നമ്മളിപ്പം ഹൈ വാല്യൂന്ന് ലോ വാല്യൂക്ക് പോയിട്ടായാലും ലോ വാല്യൂന്ന് ഹൈ വാല്യൂക്ക് പോയിട്ടായാലും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. അതായത് ഹിസ്റ്ററിസിന്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ എന്താണ് ഡിസഡ്വാൻറ്റേജ്? ചില മാഗ്നറ്റിക് ഫീൽഡിനൊക്കെ അത് സെൻസിറ്റീവ് ആണ്. ഷീൽഡിംഗ് ഒക്കെ നമ്മൾ വെക്കും എന്ന് പറഞ്ഞു നേരത്തെ. എത്ര ഷീൽഡിംഗ് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ വേറെ മാഗ്നറ്റിക് ഫീൽഡിന് അത് എഫക്റ്റ് വരും. പിന്നെ നമുക്ക് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെർഫോമൻസ് കുറച്ച് മോശമായേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡൈനാമിക് റെസ്പോൺസ് ചിലപ്പോൾ നമുക്ക് അതിന്റെ കോറിന്റെ വെയിറ്റ് നോക്കിയിട്ട് ചിലപ്പോൾ അത് കുറച്ചൊരു സ്ലോ ആയാലോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ എഫക്ട്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് എ സിയുടെ ഇൻപുട്ട് കൊണ്ട് ചിലപ്പോൾ നോയ്സ് ഉണ്ടാവാം. ഇതൊക്കെയാണ് നമുക്ക് അതിന് പറയാവുന്ന ഡ്രോബാക്സ്. ഇനി നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്സ് ഒരു ഫ്യൂ മില്ലിമീറ്റർ ടു ഫ്യൂ സെന്റിമീറ്റർ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് മെഷർമെന്റിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് LVDT. അതായത് ഫ്യൂ മില്ലിമീറ്റർ ഫ്രം മില്ലിമീറ്റർ തൊട്ടിട്ട് ഫ്യൂ സെന്റിമീറ്റേഴ്സ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്സിനൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷർമെന്റ് ടെക്നിക്കാണ് LVDT. നമുക്കതൊരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ഉപയോഗിക്കാം. നമുക്കതിനെ ഫോഴ്സോ പ്രഷറോ വെയിറ്റോ ഒക്കെയുള്ള കൺവേർഷന് വേണ്ടിയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫ്ലോ മീറ്റർ ആണ്. ഫ്ലോ മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ ഉള്ളിൽ എത്രത്തോളം ഫ്ലോ ഉണ്ടായി. അതായത് നമ്മളിപ്പോൾ ടാപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡിലേക്ക് നമ്മൾ നോക്കി, ആ 5 സെക്കൻഡിൽ എത്ര ഫ്ലോ ഉണ്ടായി അത് മെഷർ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഫ്ലോ മീറ്റർ. അപ്പൊ അത് വെള്ളത്തിന്റെ മാത്രമല്ല, എന്തിന്റെയൊക്കെ ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റും. ഫ്ലൂയിഡിന്റെ ഫ്ലോ എന്നാണ് പറയുന്നത്. ഫ്ലൂയിഡിന്റെ ഫ്ലോ, വാട്ടറിന്റെ ഫ്ലോ എന്നല്ല, ഫ്ലൂയിഡിന്റെ ഫ്ലോ ആണ് മെഷർ ചെയ്യുന്നത്. എന്തൊക്കെയാവാം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, വേപ്പർ ആവാം, രണ്ടിന്റെ ഇടയിലുള്ള സാധനമാവാം. അത് എങ്ങനെയാണെങ്കിലും ഇതിന്റെയൊക്കെ മെഷർമെന്റ് നടത്താൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ. ക്വാണ്ടിറ്റി പെർ ടൈം, അതായത് ഞാൻ പറഞ്ഞു ഒരു ടാപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡിലേക്ക് ഞാൻ നോക്കി ഒരു ബക്കറ്റ് അടിയിൽ വെച്ചിട്ട് മെഷർ ചെയ്യും. അപ്പൊ എത്ര ക്വാണ്ടിറ്റി ബക്കറ്റിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ ഉള്ളിൽ എത്ര ക്വാണ്ടിറ്റി, എത്ര ml വെള്ളം അതിനകത്ത് സ്റ്റോർ ചെയ്തു എന്ന് മെഷർ ചെയ്യുന്നതാണ്. ബക്കറ്റ് വെച്ചിട്ട് നോക്കുന്നത് നല്ലതായിട്ട് ഉദ്ദേശിച്ചത്. അതിനെയാണ് നമ്മൾ ഫ്ലോ മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ യൂസ് ടു മെഷർ വോളിയം ഓർ മാസ് ഓഫ് എ ഗ്യാസ് ഓർ എ ലിക്വിഡ്. പല ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്. ഡിഫറൻഷ്യൽ പ്രഷർ ഫ്ലോ മീറ്റർ, കോറിലോസിസ് ഫ്ലോ മീറ്റർ, വോർട്ടെക്സ് ഫ്ലോ മീറ്റർ, അൾട്രാസോണിക് ഫ്ലോ മീറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ, തെർമൽ ഫ്ലോ മീറ്റർ. ഇതിന് കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് സിലബസിൽ പറയുന്നത് അൾട്രാസോണിക് ഫ്ലോ മീറ്ററും ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്ററും ആണ് നമുക്ക് സിലബസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.